ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ക്രിസ്മസിന് നമുക്ക് എന്തായാലും തയ്യാറാക്കി നോക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണിത്. ഡ്രൈ സ്റ്റൈൽ ഇടിയിറച്ചിയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. പണ്ടൊക്കെ ഇടിയിറച്ചി ചെയ്തിരുന്നത് ഇറച്ചി ബീഫ് നന്നായി ഉണക്കി അതിങ്ങനെ ഇടിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഇടിയിറച്ചി ഉണ്ടാക്കിയിരുന്നത്. ഇപ്പം നമുക്കതിങ്ങനെ ഉണക്കാനുള്ള സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് നല്ലൊരു ഇടിയിറച്ചി ചെയ്തെടുക്കാൻ പറ്റുന്നതെന്ന് നോക്കാം കേട്ടോ. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാം കേട്ടോ. പണ്ടൊക്കെ എൻ്റെ അമ്മമ്മയുടെ സമയത്തൊക്കെ ഇതിങ്ങനെ നല്ല പോലെ വാറു പോലെ ബീഫ് വെട്ടി അതിങ്ങനെ അടുപ്പിൻ്റെ മുകളിലൊക്കെ ഇട്ട് ഉണക്കുകയാണ് ചെയ്തിരുന്നത്. അല്ലെങ്കിൽ വെയിലത്തൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉപ്പും മഞ്ഞളൊക്കെ ചേർത്ത് ഇങ്ങനെ ഉണക്കാനിട്ട് അത് ഇടിച്ചിട്ടൊക്കെയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ അതിനൊന്നും നമുക്ക് പറ്റാത്തത് കൊണ്ട് എങ്ങനെയാണ് നമുക്ക് വേറെ രീതിയിൽ ഇടിയിറച്ചി ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ചെറുതാക്കി അരിഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ ചെറിയുള്ളി മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ വെളുത്തുള്ളി, സവോള ഒട്ടും ചേർക്കരുത് കേട്ടോ. ഇഞ്ചി, പിന്നെ വേണ്ടത് കാശ്മീരി ചില്ലി പൗഡർ, നല്ല മുളക് പൊടി, മല്ലിപ്പൊടി, പെപ്പർ പൗഡർ, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല, ഉപ്പ്, കറിവേപ്പില. ഇത്രയും ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്ന കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുത്തു. മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മല്ലിപ്പൊടി കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞതാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ കൈ വെച്ച് നന്നായി തിരുമ്മി യോജിപ്പിക്കണം. ഇപ്പോൾ നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ഫ്ലേവറോട് കൂടി അതിങ്ങനെ വേവിക്കാൻ വെക്കുകയാണ്. 5 വിസിൽ വരുന്ന വരെ നമുക്ക് വേവിക്കാൻ വയ്ക്കാം. വേവിച്ചെടുത്ത് പശുവിറച്ചിയാണത്. ബീഫ് നല്ലപോലെ ഇങ്ങനെ എന്താ പറയുക, നമുക്കിങ്ങനെ ഇടിച്ചെടുക്കാൻ പറ്റിയൊരു പാകത്തിനാണ് വെന്തെടുക്കേണ്ടത്. ഒരു 4 തൊട്ട് 5 വിസിൽ വരെ വെച്ചാൽ മതിയാവും കേട്ടോ. ഇനി ഇത് നമ്മൾ ഇങ്ങനെ ഇടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇറച്ചിയൊക്കെ നമ്മൾ ഇടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഉരുളിയിലേക്ക് ഉരുളി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ചൂടാക്കി എടുക്കാൻ പോകണം. ഇതാ നമ്മൾ ഇടിച്ച് വെച്ച ഇടിയിറച്ചിയാണ് കേട്ടോ ഇത്. കണ്ടോ, നല്ല നാര് പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാ ഉരുളിയിൽ എണ്ണ ചൂടാക്കിയതിലേക്ക് നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. കൊത്തിയരിഞ്ഞ് ഇഞ്ചി ഇട്ട് കൊടുത്തു. അതുപോലെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഇത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നാളൊക്കെ ഇരിക്കുന്ന ഒരു വിഭവമാണ് കേട്ടോ. ഫ്രിഡ്ജിലേക്ക് ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് തന്നെ വിദേശത്തൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് ഇത് ഉണ്ടാക്കി കൊടുത്തു വിടാൻ നല്ലൊരു ഐറ്റമാണ് കേട്ടോ. ഇത് കുറച്ച് നാളൊക്കെ ഇരിക്കുന്ന ഒരു ഐറ്റമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത് എന്താ പറയുക, സ്പെഷ്യലായിട്ടുള്ളൊരു ഐറ്റമാണ്. മാത്രമല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ. ഇപ്പോൾ ജോലിക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു ഐറ്റം ഉണ്ടാക്കി വീട്ടിൽ വെച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊക്കെ ഒരു കറി തയ്യാറാക്കാൻ പറ്റാത്തൊരു ദിവസമാണെങ്കിൽ ഇതൊന്ന് ചൂടാക്കിയെടുത്ത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് വെച്ച് വേറെയും പല വിഭവങ്ങളും നമുക്ക് ഉണ്ടാക്കാം. കട്ട്ലേറ്റും അതുപോലെ തന്നെ കോയട, അങ്ങനെ പല സാധനങ്ങളും നമുക്ക് ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ അതാണ് നമ്മുടെ ഈ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിലയൊക്കെ നല്ലപോലെ നമുക്ക് മൊരിയിച്ചെടുക്കാം. കുറച്ച് നാൾ ഇരിക്കേണ്ടതായതുകൊണ്ട് നമുക്കിത് നല്ലപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ബാക്കിയുള്ള കുറച്ച് മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ മൊരിഞ്ഞ് കിട്ടട്ടെ നമുക്ക്. അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇടിയിറച്ചി ഇടിച്ച് വെച്ചത്, നമ്മുടെ ബീഫ് ഇടിച്ച് വെച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, നാര് പോലെ നമുക്ക് ഈ ഇറച്ചി ഇങ്ങനെ കിട്ടും. അപ്പോൾ അതായത് നല്ലപോലെ ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി വറുത്തെടുക്കാൻ പോവാണ് കേട്ടോ. എണ്ണയിൽ നല്ലപോലെ മൊരിയിച്ചെടുക്കാൻ പോവാണ്. അത്ര പണിപ്പെട്ടിട്ടുള്ളൊരു പണിയൊന്നുമല്ല. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും കേട്ടോ. എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി കൂടിയാണ്.
അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് മൊരിയിച്ചെടുക്കാം കേട്ടോ. എണ്ണ പോരാന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് എണ്ണ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മൊരിയിച്ചെടുക്കാം. ഈ സമയത്ത് ഞാനിതിൽ അല്പം ഉപ്പ് പോരാൻ തോന്നിയുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ എരിവിനും ഉപ്പിനൊക്കെ അനുസരിച്ചാണ് ഓരോന്നും ചേർക്കേണ്ടത് കേട്ടോ. അപ്പം നല്ലപോലെ എരിവ് വേണ്ടവരാണെങ്കിൽ പെപ്പർ പൊടി കുറച്ച് അധികം ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ഇറച്ചിയൊക്കെ ഏകദേശം മൊരിഞ്ഞ് വരുന്നുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് ഗരം മസാല തൂവി കൊടുക്കുകയാണ്. ഇത് നല്ലപോലെ ഇളക്കി നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഇപ്പം ആവി വരുമ്പോൾ നല്ല സ്മെല്ല് കിട്ടുന്നുണ്ട്. ഇനി നന്നായിട്ട് നമുക്ക് കളർ ചേഞ്ച് ആവുന്ന വരെ ബ്രൗൺ ആക്കിയിട്ട് ഇങ്ങനെ നന്നാക്കി വറുത്തെടുക്കാം. കണ്ടോ, ഇപ്പം നല്ലപോലെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഇത് ചൂടാറിയിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോക്സിലിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ കുറേ നാൾ ഉപയോഗിക്കാം കേട്ടോ. കണ്ടോ, അപ്പോൾ നമ്മുടെ ഇടിയിറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കണം, മറക്കരുത്. കമൻറ്റ് ചെയ്യുക, ലൈക്ക്, ഷെയർ, സബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട. എൻ്റെ പുതിയ വീഡിയോസിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് വെച്ചിട്ടുള്ള പല വിഭവങ്ങളും ഞാൻ നിങ്ങൾക്ക് തയ്യാറാക്കി മറ്റൊരു വീഡിയോസിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി. എൻ്റെ വീഡിയോ ക്ഷമയോടെ കണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദിയുണ്ട്. അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ കാണും വരെ സ്റ്റേ സേഫ് ആൻഡ് ബൈ.